തറവാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവളുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞിരുന്നു. മരണവീട്ടിലെ കഴുകൻ കണ്ണുകൾ അവളെ കൊത്തിവലിച്ചു. പിൻവിളി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആ വിളികളൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അവൾ യാന്ത്രികമായി കൽപ്പടവുകൾ ഇറങ്ങി. കോരിച്ചൊരിയുന്ന മഴയിലും അവളുടെ ദേഹം വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. ദേവനുമായി കൈപിടിച്ചു കയറിയ വഴികൾ ഇന്ന് ഒറ്റയ്ക്കിറങ്ങേണ്ടി വന്നിരിക്കുന്നു. പുല കഴിയും മുൻപേ പടിയിറക്കപ്പെട്ടു എന്ന സത്യം അവൾക്ക് ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരുന്നു. അവൾ നിത്യം തൊഴാറുള്ള അമ്പലനട അവളെ ഇന്ന് കൈവിട്ടിരിക്കുന്നു. കുളത്തിൻ്റെ കൽപ്പടവിലിരിക്കുമ്പോൾ അവൾക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. കുളിച്ചു തൊഴുതെത്തിയ നാണിയമ്മയുടെ ചോദ്യങ്ങൾക്ക് ഇന്നവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവൾ സർപ്പക്കാവിൻ്റെ ഓരം ചേർന്ന് നടന്നു. ഇണചേർന്ന സർപ്പങ്ങളിൽ ഒന്നിനെ ചവിട്ടിയിട്ടും 100 പാലും നൽകിയ കൈകൾക്ക് അവ കൊത്തിയില്ല. കാലം തെറ്റി പൂത്ത വാക പോലെ അവനെന്നും അവളുടെ മനസ്സിൽ നിലകൊള്ളുകയാണ്. ഇനിയൊന്നും നഷ്ടമാകുമോ എന്ന പേടിയില്ല. കാരണം എല്ലാം നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് മാത്രം സ്വന്തമെന്ന് കരുതിയ ദേവൻ പോലും ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞിരിക്കുന്നു. ഇറങ്ങി വന്ന വീട്ടിൽ കയറി ചെല്ലുവാൻ മടിച്ചവൾ താനും ദേവനും മാത്രം ഇരിക്കുന്ന പാറക്കെട്ടുകൾ ലക്ഷ്യമാക്കി നടന്നു. അവിടമാകെ അവൻ്റെ ശബ്ദവും സാന്നിധ്യവും അവളെ വല്ലാതെ തളർത്തി. പെയ്തു തോരാത്ത മഴ പോലെ അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പാറക്കൂട്ടങ്ങളുടെ ചെങ്കുത്തായ സ്ഥലത്തേക്ക് ആരൊക്കെയോ അവളെ വിളിക്കുന്നതായി അവൾക്ക് തോന്നി. ചെങ്കുത്തായ പാറയുടെ അടുത്തേക്ക് നടക്കുമ്പോഴും അവളുടെ കാലുകൾ വിറച്ചില്ല. പിൻവിളികൾ ഏറെ ഉണ്ടായിട്ടും അവൾക്കതൊന്നും കേൾക്കാനായി കഴിഞ്ഞില്ല. ദേവൻ്റെ കൈപിടിച്ച അവൾ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി യാത്രയാകുകയാണ്.